ഈ ജലസംഭരണി പൊട്ടിയാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയത് ടോണി എന്ന് പറയുന്ന ഒരു പ്രദേശവാസിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. അതിലേക്ക് പോയതിനു ശേഷം മടങ്ങി വരാം. വെളുപ്പിനെ 2 മണിയായപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടാണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകുക. അപ്പോൾ തന്നെ ഞാൻ ഡ്രസ്സും മാറി വാട്ടർ അതോറിറ്റിയിലെ സ്റ്റാഫിനോട് ചെന്ന് പറയാൻ നോക്കിയപ്പോഴേക്കും അവരുടെ മുറ്റത്ത് മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ അവരെ സെർച്ച് ചെയ്യണം എന്താ വെള്ളം. ഞാൻ നിങ്ങളുടെ മുറ്റത്തല്ല, ഞങ്ങളുടെ പുറകിലാണ് വെള്ളം പൊട്ടി മതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്. അപ്പോഴാണ് അവരത് കാണുന്നത്. അപ്പോൾ തന്നെ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ അകത്തത്തെ ഒരു വലിയൊരു വാൽവ് ഉണ്ടായിരുന്നു, അത് അടച്ചപ്പോഴേക്കും പിന്നെ സ്ലോ ആകാൻ തുടങ്ങി. അതിലൊക്കെയുള്ള പമ്പിങ് നിന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഈ കോർപ്പറേഷന്റെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ അവരോടൊക്കെ പറഞ്ഞു. അവരെല്ലാവരും ഇവിടെ വന്ന് പിന്നെ സെക്രട്ടറിനോട് പറഞ്ഞു. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ ടോണി പകർത്തിയ ദൃശ്യങ്ങളാണ്. ബിനിൽ നമ്മളോടൊപ്പം തുടരുകയാണ്. ബിനിൽ, എന്തെങ്കിലും തരത്തിലുള്ള അപകട സൂചനയോ ഈ 40 വർഷം പഴക്കമുള്ളതിന്റെ പേരിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി വേണമെന്നോ ചെറിയ ചോർച്ചയോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നോ ഈ കാലത്തിനിടയിൽ? മാധു, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും അല്പസമയത്തിനകം മന്ത്രി റോഷി അഗസ്റ്റിൻ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മന്ത്രി എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഈ വാട്ടർ ടാങ്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് 2 ചേംബറാണുള്ളത്. ഈ 2 ചേംബറിൽ ഈ ഒരു ചേംബറിന്റെ ഭാഗത്തെ ഭിത്തിക്കാണ് ഇടിവ് സംബന്ധിച്ച വെള്ളം പുറത്തേക്ക് ഒഴുകിയത്. പക്ഷേ ഈ 2 ചേംബറാണുള്ളതെങ്കിലും 2 ചേംബറും ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ചേംബറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം കയറും. ആ രീതിയിലാണ് ഇതിന്റെ ഒരു സംവിധാനം. ഇനി ഇതിനകത്ത് ജലം നിലനിർത്തണമെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറത്തെ ചേംബറുണ്ട്. ആ ചേംബർ ക്ലോസ് ചെയ്തിട്ട് അതിനകത്ത് മാത്രമായിട്ട് വേണമെങ്കിൽ വെള്ളം നിലനിർത്തി കുടിവെള്ള വിതരണം നടത്താം. ആ രീതിയിലാണ് അവർ ആലോചിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഇതിന്റെ സുരക്ഷ അടക്കം ഉറപ്പാക്കേണ്ടതുണ്ട്. എത്രമാത്രം സുരക്ഷിതമാണ് ഇത് എന്നത്. കാര്യം ഈ ഭാഗത്തൊക്കെ തന്നെ മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട്. ഈ വലിയ രീതിയിൽ വെള്ളം കുത്തി ഒലിച്ച് പുറത്തേക്ക് പോയപ്പോൾ വലിയ പ്രഷറിലാണ് വെള്ളം പോയിരിക്കുന്നത്. ആ വെള്ളം പ്രഷറിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഭിത്തികളൊക്കെ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ തന്നെ കൃത്യമായി ചിന്നലൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഭാഗത്തൊക്കെ കൃത്യമായി പൊട്ടലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിന്നലൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിനെ ഇനി എത്രമാത്രം വെള്ളം നിലനിർത്താൻ കഴിയും. 40 വർഷത്തോളം പഴക്കമുള്ള ജലസംഭരണിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സുരക്ഷിതത്വമൊക്കെ തന്നെ ഉറപ്പാക്കേണ്ടി വരും. ഈ ജലസംഭരണി പണിയുമ്പോൾ ഇത്രയധികം താമസക്കാരൊന്നും ഇതിന് ചുറ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് താമസക്കാരുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിൽ ഇവിടെ വെള്ളം സംഭരിച്ചു കഴിഞ്ഞാൽ അത് ഈ പ്രദേശവാസികളുടെയൊക്കെ ജീവനും സ്വത്തിനും ഒക്കെ തന്നെ വലിയ ഭീഷണി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഇനി ഇതിനകത്ത് വെള്ളം സംഭരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എഞ്ചിനീയറിംഗ് വിഭാഗം വിശദമായി പരിശോധിക്കുന്നത്. നമ്മൾ കണ്ടോ, ഇതിന്റെ മറ്റൊരു ഭാഗത്തും വലിയ രീതിയിലുള്ള ക്രാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അതോടൊപ്പം തന്നെ ഇവിടെ വലിയ രീതിയിൽ കുഴി ഉണ്ടായിട്ടുണ്ട്. വലിയ ഏതാണ്ട് 1 കോടി ലിറ്റർ വെള്ളമാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോയിരിക്കുന്നത്. അത്രയധികം വെള്ളം ഒഴുകിപ്പോയപ്പോഴുണ്ടായ വലിയ ഗർത്തമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഭിത്തിയൊക്കെ തന്നെ ഇടിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇനി വാട്ടർ അതോറിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത് ശരി.